ക്രിസ്മസ് വിചാരത്തിലേക്ക് സ്വാഗതം. ലോകത്തിന് രക്ഷയുടെ സുവിശേഷവുമായിട്ടാണ് യേശുദേവൻ ഭൂജാതനായത്. ലോകത്തെല്ലായിടത്തുമുള്ള മുഴുവൻ ജനങ്ങളും ക്രിസ്മസ് ഒരു പ്രതീക്ഷയുടെ ദിനമായി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യാം. യേശുവിൻ്റെ സുവിശേഷാത്മകമായ ജീവിതം നമ്മുടെ സമൂഹത്തിന് ഏറെ ഗുണകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ടുണ്ട്. ഇന്നിൻ്റെ ലോകത്തിൽ സ്വാർത്ഥതയും വ്യർത്ഥാഭിമാനവും മൂലം നിരവധിയായ പ്രശ്നങ്ങൾ സംജാതമാവുന്നു. ആ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അവരിനു വേണ്ടി മരിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യവുമായി ഭൂമിയിൽ ജാതനായ യേശുദേവൻ്റെ ജന്മദിനം ക്രിസ്മസ് ആചരിക്കുക എന്നത് ഏതൊരു ജനതയുടെയും ഏതൊരു വിഭാഗത്തിൻ്റെയും ആവശ്യവും അതുപോലെ തന്നെ പ്രതീക്ഷയുമാണ്. ലോകത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. അത് രാജ്യങ്ങൾ തമ്മിലും അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലും വിവിധ വർഗ്ഗങ്ങൾ തമ്മിലുമുള്ള നിരവധിയായ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ വരാൻ പോകുന്ന ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്ത് സമാധാനത്തിന് വേണ്ടി സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്നത് പോലെ സമാധാനത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രഘോഷണമായിരുന്നു യേശുവിൻ്റെ ജനനം. ആ യേശുവിൻ്റെ ജനനം രക്ഷയുടെ സുവിശേഷത്തിൻ്റെ ഭാഗമായി ഒരു സുവിശേഷാത്മകമായ ജീവിതം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ ഭരണാധികാരികൾക്കും മുഴുവൻ ജനങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് അതിൻ്റെ ആ അർത്ഥം അത് പരിപൂർണമായി അർത്ഥവത്താകുന്നത്, പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജനനം രക്ഷയുടെ സുവിശേഷാത്മകമായ ഒരു തീയതി എന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിന് മുഴുവൻ നന്മയുടെയും ഈ സമൂഹത്തിന് മുഴുവൻ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ദിനമായി തീരണമെന്നുള്ളതാണ് മുഴുവൻ ആളുകളുടെയും ആഗ്രഹം. അത്തരത്തിൽ ഈ ക്രിസ്മസ് ദിനം ഏറെ ഗണനീയമാകട്ടെ, ഏറെ നന്മ നിറഞ്ഞതാകട്ടെ, ഏറെ പ്രത്യാശപൂർണ്ണമാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ.